എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാർത്തയുടെ സത്യാവസ്ഥയും പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് റിസൾട്ട് വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോട് ഒറ്റ കാര്യം മാത്രമാണ് പറയാൻ ഉള്ളത്. അതായത് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം, പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം. കാരണം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഒന്നെങ്കിൽ ഡിസംബർ 22-ന് പ്രസിദ്ധീകരിക്കും, ഒന്നെങ്കിൽ ഡിസംബർ 22 അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കേരള സർവകലാശാല അറിയിച്ചത്. എന്നാൽ കേരള സർവകലാശാല റിസൾട്ട് ഇന്നലെ രാത്രിയോടെ തന്നെ FIUGPയുടെ പ്രസിദ്ധീകരിച്ചു. അതിന് മുന്നേ ഉള്ള രാത്രിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും തങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസംബർ ലാസ്റ്റിന് മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നത്. പക്ഷെ എന്നാൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഡിസംബർ അവസാനത്തിന് മുമ്പ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും അറിയിച്ചത്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്നലെ രാത്രിയോടെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഇന്നലെ രാത്രിയോടെ തന്നെ എന്ത് ചെയ്തു, തങ്ങളുടെ പരീക്ഷാ ഫലം എന്ത് ചെയ്യുകയാണ് ചെയ്തത്, പുറത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയുമാണ്. ഈ രണ്ട് യൂണിവേഴ്സിറ്റീസാണ് ഇനി പുറത്തു വിടാൻ ബാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടും ഉടൻ തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എപ്പോൾ വരുമെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റബിൾ ചെയ്യാവില്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇന്നലെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊക്കെ അറിയുന്നത്. യാതൊരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി പെട്ടെന്ന് അത് പുറത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പം എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പം ഏതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ന് വരുമെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞത്. അത് കൃത്യമായ രീതിയിൽ അത് പുറത്ത് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ന് വെച്ച് ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം, പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ എപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്, ഏത് പാതിരാത്രി പ്രസിദ്ധീകരിച്ചാലും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു. ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ആ മുറയ്ക്ക് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് അത് മാത്രമാണ്. ഇനി റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ശേഷം പരീക്ഷാ ഭവൻ്റെ സൈറ്റ് അവിടെ കാണും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു സെക്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. UG അണ്ടർ ഗ്രാജുവേറ്റ് എന്ന സെക്ഷൻ കാണും, അതിൽ നിങ്ങൾക്ക് കാലിക്കറ്റ് അല്ലെങ്കിൽ CUCSS FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ 2024 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ലിങ്ക് ലഭ്യമാകും. റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ അറിയാൻ വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ആദ്യം അത് യൂട്യൂബ് ചാനലുകളിലൂടെ റിപ്പോർട്ട് ചെയ്തു. സ്കറിയ ഫോർടെക് വാട്സപ്പിലൂടെ റിപ്പോർട്ട് ചെയ്തു. അത് അതിൻ്റെ ഒരു അംഗീകാരത്തിൽ നിൽക്കുകയാണ്. അതിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വന്നപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വന്നപ്പോഴും ഏറ്റവും ആദ്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ സ്കറിയ ഫോർടെക്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരുമ്പോഴും ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിൽ ഇല്ലെങ്കിൽ പോലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. അപ്പോൾ പുതിയൊരു കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.